ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ഇഡ്ഡലി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റായ ഇഡ്ഡലിയാണ്. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് അരി എടുക്കുക. 2 ഗ്ലാസ് അരി ഒരു ബൗളിലോട്ടേക്ക് എടുത്ത് വെക്കുക. പിന്നെ ഒരു 1/2 കപ്പ് ഉഴുന്ന് പരിപ്പാണ്. അതിലോട്ടേക്ക് കുറച്ച് ഉലുവയും വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇത് അരി നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറഞ്ഞതൊരു 5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനൊരു 1 മണിക്കൊക്കെ വെച്ചിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കാണ് ഇത് എടുത്ത് കഴുകുന്നത്. 5 മണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് അരി ഞാൻ നേരത്തെ കഴുകി വെച്ചായിരുന്നു. ആ അരി മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അരി നല്ലോണം ഇട്ട് കൊടുക്കാതെ കുറച്ചിട്ടിട്ട് അരച്ചെടുക്കാൻ നോക്കുക. അതേപോലെ നല്ലോണം അരക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിയോടെ അരക്കുന്നതായിരിക്കും ദോശക്ക് ഇഡ്ഡലിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ദോശയാണെങ്കിൽ കുറച്ചുകൂടി ക്രിസ്പിനെസ് കൂടും. ഇതുപോലെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം കൂടി പോകരുത്. പിന്നെ ബാറ്റർ കുറച്ച് ലൂസായിട്ട് വരും. അത്യാവശ്യം തിക്നെസ്സോടുകൂടി തന്നെ അരക്കാൻ നോക്കുക. പിന്നെ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം അരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉഴുന്നിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി അതിന് ബാറ്ററിന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കൂടും. നമ്മൾ ഉഴുന്ന് കഴുകി വെച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മിക്സിയിൽ തരിയോടെ കൂടി അരക്കാൻ ശ്രമിക്കുക. നന്നായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിയോടുകൂടി തന്നെ എടുക്കുക. എന്നാൽ പിന്നെ ദോശക്കെല്ലാം ക്രിസ്പിനെസ് കുറച്ച് കൂടും. ഇഡ്ഡലിക്കാണെങ്കിലും നല്ല ഇഡ്ഡലിയായിട്ട് പെർഫെക്റ്റായിട്ട് വരും. 1-2 പ്രാവശ്യം ഓണാക്കിയിട്ട് അരച്ചെടുത്താൽ മതി. ദോശ അരി അരച്ച ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഉഴുന്നാണ് അരക്കേണ്ടത്. ദോശയുടെ മാവിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ വന്നിട്ടുണ്ട്. അരി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഉഴുന്നാണ് അരക്കുന്നത്. അത് ക്യാമറയിൽ ശരിക്കും വന്നിട്ടില്ല. 1/2 കപ്പ് ഉഴുന്ന് ഫസ്റ്റ് കഴുകിയിട്ട് നല്ലൊരു വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഉഴുന്നും ചോറും കൂടിയിട്ടാണ് അരക്കുന്നത്. ചോറ് 1-2 വലിയൊരു കയ്യിൽ മതിയാവും. ചോറ് കൂടി ചേർത്താൽ ഇഡ്ഡലിയും ദോശയും നല്ല സോഫ്റ്റായിട്ട് വരും. ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നല്ലോണം അരച്ചെടുക്കണം. അരിയാണെങ്കിൽ കുറച്ച് തരിയും ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരിയുടെ ബാറ്ററിലോട്ടേക്ക് ഉഴുന്ന് കൂടി ഒഴിച്ചു കൊടുക്കാം. കൈകൊണ്ട് മിക്സിയുടെ ജാറിൽ നല്ല തടവിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം മിക്സിയുടെ ജാറിലോട്ടേക്ക് തന്നെ ഒഴിച്ചിട്ട് അരിയുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട്, സ്പൂണോ കയ്യോ ഉപയോഗിക്കാം, ഞാനിവിടെ സ്പൂണാണ് ഉപയോഗിക്കുന്നത്, നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അരിമാവും ഉഴുന്നിൻ്റെ മാവും കൂടിയിട്ട് നന്നായി യോജിക്കണം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. സമയത്ത് വേണമെങ്കിൽ വെള്ളമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അധികം ലൂസാവാതെ നോക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അധികം തിക്കും അല്ല ലൂസും അല്ല, അങ്ങനെയുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ ചേർക്കുന്നില്ല, ഞാൻ രാവിലെ ആണ് ചേർക്കാറുള്ളത്. നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ടും യോജിപ്പിക്കുക. സ്പൂൺ വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കണം. നന്നായി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ടൈറ്റുള്ളൊരു അടപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട്, എയറൊന്നും കടക്കാത്ത വിധം ടൈറ്റായിട്ട് അടച്ച് വെക്കണം. തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ബാറ്റർ അരച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പം നല്ലൊരു തണുപ്പും ചൂടും കലർന്നൊരു ക്ലൈമറ്റാണ്. തണുപ്പ് ടൈമിലൊക്കെ ആണെങ്കിൽ ബാറ്റർ പൊങ്ങാൻ കുറച്ചുകൂടി ടൈം എടുക്കും. ഇതിപ്പോൾ നന്നായി ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടാണ് വെക്കാറുള്ളത്. ഇതിന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. ഇനി ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിൽ കുറേ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്, കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിന്ന് ഇഡ്ഡലിയാണ് ചുടുന്നത്. അതിനായിട്ട് ഇഡ്ഡലിയുടെ ഒരു തട്ടെടുത്തിട്ട് അതിലോട്ടേക്ക് എണ്ണ കുറച്ച് തടവി കൊടുക്കുന്നുണ്ട്. മാവിലോട്ടേക്ക് ഉപ്പൊക്കെ ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയൊക്കെ തടയിട്ട് അതിന് മുന്നേ ഇഡ്ഡലിയുടെ പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ പാത്രം ഇഡ്ഡലിയുടെ തട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് മാവ് ഒരു സ്പൂണല്ല, ഒരു കയ്യിൽ ഒഴിച്ചാൽ മതിയാവും. ഇതുപോലെ 4 തട്ടിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല തിളച്ച പാത്രത്തിൽ തന്നെ ഇഡ്ഡലി മാവ് ഒഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇഡ്ഡലി ബാറ്റർ നന്നായി പൊങ്ങി വരണമെന്നില്ല. ഇഡ്ഡലി പൊങ്ങി വരണമെന്നില്ല. നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ഇഡ്ഡലി മാക്സിമം വേവിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഫൈനൽ ഇഡ്ഡലി ആയിട്ട് കിട്ടിയത്. നന്നായി പൊങ്ങി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. ഇവിടെ തണുപ്പാണെങ്കിലും ഇഡ്ഡലി ബാറ്റർ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.